ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടാസ്കിന്റെ പിന്നാലെ പോയത് കൊണ്ട് തന്നെ ഒരു കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ആ വ്യക്തികളുടെ പെരുമാറ്റത്തെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആദില ഇത്രയും ഒരു ക്രൂവൽ മൈൻഡാണ്, ക്രൂക്കഡ് മൈൻഡാണ്. എന്നാൽ അനീഷ് തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാം ടാസ്കിന്റെ ബേസിസിൽ വളരെ സിമ്പിളായിട്ട് ഒന്നും തന്നെ സീരിയസ് ആയിട്ട് കാണാത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിയെ കൊണ്ട് സീരിയസ് ആയിട്ട് ചിന്തിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശരിക്കും നമ്മുടെ ഇന്നലത്തെ ആ ഒരു ലോങ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതായത് ഞാൻ പറഞ്ഞത് സ്പോൺസർ ടാസ്ക് അല്ല, ഇന്നലത്തെ ആ ഒരു കണ്ണ് കെട്ടിയുള്ള ടാസ്കിന്റെ ഇടയിൽ ആദ്യം തന്നെ അനീഷും ആദിലയും ഒക്കെ ഔട്ട് ആവുന്നുണ്ട്. അപ്പൊ ആദ്യം ഔട്ടായത് അനീഷാണ്. അനീഷ് ലിവിങ് ഏരിയയിൽ ഇരുന്ന് ഇവരെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും 2 റൗണ്ട് എന്തോ കഴിഞ്ഞപ്പോഴാണ് ആദില ഔട്ടാവുന്നത്. ആദിലയും ലിവിംഗ് റൂമിൽ അനീഷിന്റെ കൂടെ വന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ട്. ബ്രേക്ക് വന്നപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്കറിയാം രാവിലെ ഇവർ നല്ല വഴക്ക് അടിച്ചിട്ടിരിക്കുകയാണ്, അങ്ങനെ രണ്ടുപേരും പിണങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ ബ്രേക്ക് വന്ന സമയത്ത് അനീഷ് വന്നിട്ട് ആദിലടുത്ത് പറയുന്നുണ്ട്, നോക്കട്ടെ ആദില നോക്കട്ടെ, ഐലാഷസ് ഒരുപാടുണ്ടോ ആദിലയ്ക്ക്? വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഐലാഷസ് തോന്നുന്നുണ്ടല്ലോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദില അന്നേരം മുഖം ഇങ്ങനെ പൊത്തിയിട്ട്, നിങ്ങൾ എന്നെ ഒന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് ആദില ഇരിക്കുന്നുണ്ട്. എനിക്കത് ആദില ചെയ്തതും ഫണ്ണായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം ആദിലയ്ക്ക് അനീഷിന്റെ അടുത്ത് മിണ്ടാനും കൂട്ടുകൂടാനും ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ. പക്ഷേ അനീഷ് വളരെ കൂളായിട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഐലാഷസിന്റെ പേരും പറഞ്ഞു പോയത്. ആദില അപ്പൊ കാണണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ എന്നാ ശരി, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അനീഷ് അങ്ങ് മാറുകയാണ്. അനീഷ് പോകുന്നുണ്ട്. അത് മാത്രമല്ല, വഴക്കടിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ആ ഒരു ലഞ്ച് ടൈം വന്നപ്പോഴും അനീഷ് എഗെയിനോ അങ്ങനെ സാധാരണ വിളിക്കാറില്ല, പക്ഷെ അനീഷ് ഉറക്ക കിടന്ന് എല്ലാരും ഫുഡ് കഴിക്കാൻ വന്നേ, ഫുഡ് റെഡി എന്ന് വിളിച്ചു പറഞ്ഞിട്ട്, നൂറ ഫുഡ് കഴിക്കാൻ വാ, നൂറ എന്നാണ് ആദ്യം വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ആദില ഫുഡ് കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് നോക്കി ആദിലേനെയൊക്കെ വിളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട, നമ്മുടെ ഇടയിൽ ഒരു പിണക്കം വേണ്ട എന്ന് അനീഷ് അവിടെ തീരുമാനിച്ച് പെരുമാറുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കൊന്ന് ഈ ലാലേട്ടനൊക്കെ പറയുന്നത് കാരണമായിരിക്കും ഈ കൂട്ടുകെട്ട് അല്ലെങ്കിൽ സൗഹൃദം ആകെ കൂടി അനീഷുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളത് ഇവരൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇവരൊക്കെ തന്നെ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ അനീഷിനത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ വൈകിട്ട് ഈ ഒരു വലിയ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സ്പോൺസർ ടാസ്ക് വന്നു. സ്പോൺസർ ടാസ്ക് കുറച്ച് എന്താ പറയാ, ഒന്ന് തള്ളിക്കളഞ്ഞ് ഫൈറ്റ് ചെയ്തൊക്കെ നിൽക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ ആ ടാസ്കിന്റെ ഇടയിൽ ആദില അനീഷിനെ അടിക്കുന്നത്, മുതുകത്ത് അടിച്ചതായിട്ട് ആര്യനൊക്കെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതിന്റെ റീസൺ അത് ആദില കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അതായത് ചെസ്റ്റ് പോർഷനിലേക്ക് ആദിലയുടെ ചെസ്റ്റ് പോർഷനിലേക്ക് അനീഷ് നടന്നപ്പോൾ യാദൃശ്ചികമായിട്ട് മുട്ടൊന്ന് തട്ടി. അപ്പം മുട്ട് തട്ടിയപ്പോൾ പെട്ടെന്ന് ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ അനീഷാണെന്നൂടെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ കൊടുക്കാൻ തോന്നും ആദിലേക്ക്. അപ്പൊ അങ്ങനെ ആദില മുതുകത്ത് അടിച്ചതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് അനീഷിന് അതൊരു പ്രശ്നം ആയിരുന്നില്ല. അനീഷ് അതൊക്കെ അത് വിട്ടു. പക്ഷെ അങ്ങനെ ഒരു അടി അവിടെ നടന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ആദില അനീഷിനെ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നത്? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് ചെറുതായിട്ട് കേട്ടൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഗസ്സായിട്ട് പറഞ്ഞിരുന്നു. അതായത് ആദില പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, തന്റെ വാപ്പയെ പോലെ തന്റെ തന്തയെ പോലെയാണ് ഈ അനീഷ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിങ്ങനെ വലിയ ക്ലിയർ ആയിട്ടൊന്നും ആദില പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇന്നലെ പലപ്പോഴും ഞാൻ ഇങ്ങനെ പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഡിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളും അത് കേട്ടിട്ടുണ്ട്. കാരണം പലരും അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടത് ഞാൻ കണ്ടിരുന്നു, വായിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഒരു റീസൺ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ആദില ഇത് കണക്ക് ബിഹേവ് ചെയ്യുന്നത് ഒരു പക്ഷെ അതൊരു റീസൺ ആയിട്ട് എടുക്കാൻ പാടില്ലല്ലോ. കാരണം ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ, ഇത് ആദിലയുടെ വാപ്പയൊന്നും അല്ലല്ലോ ഇങ്ങനെ നടന്ന് അനീഷിനോട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദിലയുടെ വില കളയുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന, എന്ത് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു 50 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ആ അഭിനയം പോയതാണോ, ആദിലയുടെ റിയൽ ഫേസ് ആണോ, അതോ ഇനി ആദില അനീഷിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. ഏതായാലും ശരി, എനിക്ക് ഈ ആദിലയുടെ ബിഹേവിയർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊട്ടും നല്ലതല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ആ ഒരു കോംബോ കാണാൻ കൊള്ളാം, പക്ഷേ ആ കോംബോ അങ്ങനെ തന്നെ നിന്നാൽ മതി. അനീഷ് ഷാനവാസിന്റെ അടുത്ത് അടുക്കാത്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ടുപേരും ഒരു ടോം ആൻഡ് ജെറി കോംബോ ആയിരുന്നു നല്ലത്. സൗഹൃദം എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് രണ്ടുപേരും കൂട്ടുകൂടി തുടങ്ങിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു നിലപാടിൽ നിൽക്കാൻ അനീഷിന് സാധിക്കുന്നില്ല. കാരണം അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് ഷാനവാസിന്റെ കണക്കായിരിക്കില്ല. അത് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അപ്പം
നമ്മുടെ ഒരു നല്ല സുഹൃത്താണെങ്കിൽ നമ്മൾ ആ സുഹൃത്തിന് കൊടുക്കുന്ന കണക്കായിരിക്കത്തില്ല ആ സുഹൃത്ത് നമ്മുടെ അടുത്ത് തരുന്നത്. അത് രണ്ടും തെറ്റൊന്നുമല്ല, രണ്ടും ശരിയെന്ന് പറയാനും പറ്റത്തില്ല. പക്ഷെ അനീഷും ഷാനവാസും തമ്മിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. അനീഷ് എല്ലാ കാര്യത്തിലും പോയി ഇടപെടണം എന്നില്ല. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അനീഷ് ഷാനവാസെ അത് ശരിയല്ല എന്ന് പറയുന്ന ലെവല് തന്നെയാണ്. അതുപോലെ തന്നെ ഷാനവാസ് ഈ അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കണക്കും അനീഷിനെ സഹായിക്കുന്നത് പോലെയൊക്കെ വന്ന് നിൽക്കാറുണ്ട്, പെരുമാറാറുണ്ട്. എന്നാൽ ഷാനവാസ് തന്നെ അനീഷിന് ശല്യമാകാറുമുണ്ട്. ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. പക്ഷെ ആ ബൗണ്ടറി ഒന്നും ഇന്നലെയാണെങ്കിൽ ആ ക്യാമറയിൽ പോയി നിന്ന് ആ സ്റ്റാറിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് അനീഷ് കുറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ തമാശ രൂപേണ ജിഷനും ഷാനവാസും അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ അനീഷിന്റെ പേഴ്സണൽ കാര്യമാണ്. ശരിയാണ്, അനീഷ് ചിലപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സംവിധായകനെയൊക്കെ നേരിട്ട് കാണുന്നത്, ജിതു ജോസഫിനെയൊക്കെ കണ്ട് കഥ പറയാൻ എനിക്ക് പറ്റി. അത് പുള്ളിക്കാരന്റെ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പറയാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് പറഞ്ഞോട്ടെ, അത് പ്രേക്ഷകരെ അറിയട്ടെ. അതെന്താ കുഴപ്പം, എന്താണ് പ്രേക്ഷകർ അത് കേൾക്കട്ടെ. അത് പ്രേക്ഷകർ കേൾക്കുമ്പോൾ ഇനി അനീഷിന് സപ്പോർട്ട് കൂടുമെന്ന് പേടിച്ചിട്ടാണോ ഷാനവാസ് ഇങ്ങനെ പെരുമാറുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഷാനവാസും അനീഷും തമ്മിൽ ഈ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് ഇവിടെ സാധിക്കത്തില്ല കേട്ടോ. അത് ഞാൻ ഇനി അങ്ങനെ പറഞ്ഞാലും ശരി, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ബിഗ് ബോസ് ഹൗസിൽ ഇതുപോലെ ഒന്നും പറ്റത്തില്ല. ടാസ്ക് ഒക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ചതിക്കേണ്ടി വരും, പറ്റിക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസ് ഹൗസിന് ശേഷം മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അനീഷിന് അത് നല്ലതല്ല. അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇന്നലെ അനീഷ് ഒറ്റയ്ക്കിരുന്ന് ആ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ക്യാമറയോട് തന്നെ സംസാരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സൗഹൃദം അതൊരു ചതിയാണ്, അത് വേണ്ടായിരുന്നു, പറ്റിപ്പോയി എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് അത് ഏൽക്കില്ല. അപ്പോൾ നിങ്ങൾ പറയുക, ആദില, ഷാനവാസ്, അനീഷ് ഇവരുടെ 3 പേരുടെയും ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് കഥാപാത്ര നിരൂപണമൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലെ ഇത് അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് ഒന്നും അല്ല. പകരം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിനെ നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ഈ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന കണക്ക് നമുക്ക് ഒരുപാട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഓഫ് കോഴ്സ് അവരുടെ ക്യാരക്ടർ ഒക്കെ തന്നെയായിരിക്കാം ബിഗ് ബോസ് ഹൗസിനകത്ത് വരുന്നത്. പക്ഷേ സിറ്റുവേഷൻസ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.